നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടായില്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ കേട്ടോ, ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമാവാസി, മറക്കണ്ട. മോളുടെ അമ്മയുടെയും DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞ പിന്നെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ശ്യാമയുടെ മോളല്ല നീ എന്ന്. ആ, അത് തന്നെയാ ഭാമേ വേണ്ടത്. DNA ടെസ്റ്റിനപ്പുറത്തേക്ക് വേറൊരു തെളിവില്ലല്ലോ. പിന്നെ പപ്പി ശ്യാമയുടെ മോളല്ലാന്നും പറഞ്ഞ് ഒരു സുസ്മിത ഇങ്ങോട്ട് കയറി വരില്ല. അങ്ങനെ വന്നാ നമുക്കൊന്ന് കാണാമല്ലോ. എന്റെ പൊന്നു, വാ നമുക്ക് പോവാം. DNA ടെസ്റ്റ് നാളെ തന്നെ. പപ്പിയും കൂട്ടി പോകാൻ റെഡി ആയിക്കും. വാ മോളെ. ഈശ്വര, ഒടുവില് ഭയന്നത് തന്നെ സംഭവിച്ചു. ഇതിന്ന് ഞാനും എന്റെ പപ്പിമോളും എങ്ങനെ രക്ഷപ്പെടും? നീ എന്താടി ഈ പറയുന്നത്? ശ്യാമയ്ക്കും പപ്പിക്കും DNA ടെസ്റ്റോ? എടി, അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ അമ്മ? എടി, അവിടെ നിക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ അമ്മയെന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അത് പരിഹരിക്കാനുള്ള വഴിയുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ മുഖം തിരിക്കുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? അവിടെ ഒരു 100 വട്ടം പറഞ്ഞതാ നിന്നോട് ഞാൻ, സത്യമ്മയുടെ എല്ലാം തുറന്നു പറയാൻ. എന്നിട്ട് ഓരോ ഒഴിവ് പറഞ്ഞ് നീട്ടി വച്ചിട്ട് ഇപ്പൊ എല്ലാം പൊട്ടിത്തെറിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല. എന്റെ ദേവി, സമാധാനായിട്ട് മരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലല്ലോ. അമ്മേ, അമ്മ പേടിക്കണ്ട. ശാലിനി ഇവിടെ ഉള്ളപ്പോ ഈ കുടുംബത്തിൽ ആർക്കും യാതൊന്നും നഷ്ടപ്പെടില്ല. ശാലിനിക്ക് നഷ്ടപ്പെട്ടാലും മോളെ, നല്ലതേ നടക്കും. അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരാളെ വിളിച്ചാൽ കിട്ടില്ല. ആരെ ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്നത്? വിളിച്ച അത്യാവശ്യക്കാർ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. സംസാരിക്കാമോ? ഹലോ, വിജയകുമാറേ. സത്യാമ്മേ. എത്ര ദിവസമായി തന്നെ ഞാൻ വിളിക്കുന്നു. ബ്രോക്കർമാരായ കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം.
മനഃപൂർവ്വം വൈകിക്കുന്നതോ മാറ്റിവെക്കുന്നതോ ഒന്നും അല്ല. സത്യാമ്മയ്ക്ക് ഒരു മരുമോളെന്ന് പറഞ്ഞാ എന്തെല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ സത്യാമ്മേ? അതില്ല. അഴകും യോഗ്യതയും തികഞ്ഞൊരു പെണ്ണ് തന്നെ വേണം എന്റെ മോന്. ദേ, എല്ലാത്തിലും പ്രധാനമായി അച്ചടക്കവും സ്വഭാവഗുണവും വേണം. ആ, ആദ്യം പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കരുതല്ലോ. ഒന്നും പേടിക്കണ്ട. സത്യം പറഞ്ഞ ഇപ്പറഞ്ഞ യോഗ്യതകളുള്ള ഒരാലോചന ഒത്തുവന്നിട്ടുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങിന് എന്ന് പോകണം എന്നുള്ളത് പറഞ്ഞാ മതി. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുമ്പോ നാളെ മറ്റന്നാള് പിന്നെ 2 ദിവസം കൂടി. ആ, മൊത്തം 4 ദിവസം. ആ, വിജയകുമാരെ, ഇന്നേക്ക് 5-ാം ദിവസം വിഷ്ണു പെണ്ണ് കാണാൻ വരും. ഓക്കെ, അത് സെറ്റ്. അവിടെ സത്യാമ്മ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ഇവിടെ ഞാനും അതിനുവേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്തോളാം. ശരി ശരി, അപ്പൊ പറഞ്ഞതുപോലെ. ഞാൻ വിജയകുമാറിനോട് പറഞ്ഞത് നീ കേട്ടല്ലോ? എന്താണ് നീ മറുപടി പറയാത്തെ? എനിക്ക് ഒന്നും പറയാനില്ലാത്തോണ്ടാ. നിക്ക്, ഇനി ഇത് പറ്റില്ല. കൃത്യമായിട്ടുള്ള മറുപടി പറയണം. ഇപ്പോഴല്ല, അടുത്ത ദിവസം പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ആ തന്ത്രമൊന്നും ഇനി വില പോവില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടായില്ലെന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ. ദേ, എന്നാ കേട്ടോ, ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അമാവാസി മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.